ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ പ്രൊമോയിൽ കാണിച്ചതുപോലെ കുറേ നായ്ക്കളെ ആട്ടോ കാണിക്കുന്നത്. അതിനിടയിൽ സ്റ്റാൻലി അവിടെ ഇരിക്കുന്നുണ്ട്, കള്ള് കുടിക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രനും ഗോവർദ്ധനും അവിടേക്ക് വരുന്നത് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി കേട്ടോ ഗോവർദ്ധന്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലേട്ട ഇത് വീടാണോ, എത്ര വലിയ വീടാണെന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, ഇത് പഴയ എസ്റ്റേറ്റല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. എന്നിട്ടാണോ നീ ഇവിടെ വണ്ടി നിർത്തിയത്, ഇത്ര വലിയ വീട് കണ്ട് ആസ്വദിക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതോ പട്ടീനെ പേടിച്ചിട്ടാണോ. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഞാനെന്തിനു പേടിക്കണം, പേടിക്കാനോ, ഞാൻ പേടിക്കത്തൊന്നുമില്ല, എൻ്റെ ബാലേട്ടൻ കൂടി ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനു പേടിക്കണം എന്ന് പറയാണ്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, എന്നാ വണ്ടി എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും വീടിനകത്തേക്ക് വണ്ടി ഓടിച്ച് പോവുക കേട്ടോ. ആ സമയത്ത് വീടിൻ്റെ ഗേറ്റിൽ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തിയ ഉടനെ അവിടെ വീട്ടുമുറ്റത്ത് 2 പട്ടികളെ കാണുന്നുണ്ട് കേട്ടോ. ആ പട്ടികളെ ബാലചന്ദ്രൻ കണ്ടു. എന്നിട്ട് ഗോവർദ്ധനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്ക്, സ്റ്റാൻലി ജോസഫിൻ്റെ പട്ടികൾ കൊള്ളാലോ അല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങാൻ കളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, അയ്യോ വേണ്ട ബാലേട്ട, ആരെങ്കിലും വരുന്നവരെ നമുക്ക് ഇവിടുന്ന് കാറിനകത്ത് തന്നെ ഇരുന്നാൽ പോരെയെന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ഇതിനകത്ത് തന്നെ ഇരുന്നാലും നമ്മൾ വന്നത് ആരറിയാനാ, എങ്ങനെ അറിയും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് ഹോൺ അടിച്ചാൽ പോരെ എന്ന് പറയണം. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, ഒന്ന് പോ ഗോവർദ്ധന എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. ത്രില്ലിങ് എപ്പിസോഡായിട്ടാട്ടോ തുടങ്ങുന്നത്. ഫുള്ള് ത്രില്ലിങ്ങും ഫുള്ള് സ്ലോ മോഷനായിട്ടാട്ടോ കാണിക്കുന്നത്. കാറിൽ നിന്ന് ബാലചന്ദ്രൻ ഇറങ്ങുന്നതും പട്ടികളെല്ലാം ബാലചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഗോവർദ്ധനം കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ തന്നെ പട്ടികളെല്ലാം കുര തുടങ്ങി കേട്ടോ. ഗോവർദ്ധനാണെങ്കിൽ പേടി കൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്നിട്ട് കയറാൻ തുടങ്ങി. എന്നിട്ട് ബാലചന്ദ്രനും പേടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നായ്ക്കളെ കുര കേട്ടിട്ട് വീടിനകത്ത് നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റാലിൻ്റെ സഹായിയായിരിക്കണം. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഓടിയേക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇവിടെ ആരുമില്ല, നായ്ക്കൾ ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയണം. അന്നേരം ഇറങ്ങി വരുന്ന സഹായി പറയുന്നുണ്ട്, ഇവിടെ എല്ലാ ദിവസവും ആൾക്കാരുണ്ടാവും. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സ്റ്റാലിൻ ജോസഫിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, അതെ, എന്താ കാര്യം, അദ്ദേഹം ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സഹായി പറയുന്നുണ്ട്, സ്റ്റാലിൻ സാറ് ഇവിടെ ഇല്ലെങ്കിൽ ഗേറ്റ് അടച്ചിടും എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊന്ന് സ്റ്റാലിൻ ജോസഫിനെ കാണണമായിരുന്നു എന്ന് പറയാണ്. അന്നേരം സഹായി ചോദിക്കുകയാണ്, എന്താ കാര്യം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊരു ബിസിനസ് കാര്യം സംസാരിക്കാനാണ് എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം അതിൽ ഒരു നായ്ക്കളെ വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സഹായി സ്റ്റീഫനെ വിളിക്കാൻ പോയതിന് ശേഷം ബാലചന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേടി ഇതുവരെ മാറിയില്ലേ, അതുങ്ങളൊന്നും ചെയ്യില്ലടോ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനും പറയുന്നുണ്ട്, ഇല്ല ബാലേട്ട, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ സ്റ്റീഫൻ ജോസഫിനെ വിളിക്കാൻ പോയ ആ സഹായി ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, സാറ് വിളിക്കുന്നുണ്ട്, വരൂ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് വരാൻ, താൻ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ സ്റ്റാലിൻ ജോസഫിനെ ആട്ടോ കാണിക്കുന്നത്. ഒരു ബ്ലറർ പോലെ സ്ലോ മോഷനിലാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സ്റ്റെയർകേഴ്സ് ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ട്, കള്ള് ഒഴിക്കുന്നുണ്ട്, പിന്നെ സിഗരറ്റിൻ്റെ കുറ്റിയും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റീഫൻ പറയുന്നുണ്ട്, ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, വിളിക്കാണ്ട് വരുന്ന ഗസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തും സ്റ്റീഫനെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, ഒരു ബ്ലറർ പോലെയാട്ടോ കാണിക്കുന്നത്. ആ സമയത്തൊക്കെ ഒരു നായി സ്റ്റീഫൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ പട്ടിയോട് പറയുന്നുണ്ട്, വരട്ടെ അല്ലേടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനായിട്ട് ഒരു സ്ലോ മോഷൻ്റെ ഒരു വരവിലാണ് ബാലചന്ദ്രനെ കാണിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റീഫൻ ജോസഫിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു നായ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബാലചന്ദ്രൻ അവിടെ സോഫയുടെ അടുത്ത് എത്തിയതിന് ശേഷം ഒരു പട്ടി താഴെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. മണപ്പിച്ച് പോകുന്നുണ്ട്. അന്നേരം സ്റ്റീഫൻ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഇതൊരു സെക്യൂരിറ്റി ചെക്കപ്പ് ആണെന്ന് പറയാണ്. അങ്ങനെ സ്റ്റാലിൻ ജോസഫ് എഴുന്നേറ്റിൽ നിന്ന് ബാലചന്ദ്രനെ വെൽക്കം ചെയ്യാം കേട്ടോ. വെൽക്കം ബാലചന്ദ്ര മേനോൻ, ഐ ആം സ്റ്റാലിൻ ജോസഫ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് ബാലചന്ദ്രൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. മുഖത്തെല്ലാം ദേഷ്യമാണോ സങ്കടമാണോ എന്ന ഒരു എക്സ്പ്രഷനിലായിട്ടോ നിൽക്കുന്നത്. എന്നിട്ടൊരു പുച്ഛഭാവത്തോടെ സ്റ്റാലിന് ബാലചന്ദ്രൻ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് സ്റ്റീഫൻ പറയുന്നുണ്ട്, ഇരിക്കുമെന്ന് പറയാണ്.
എന്നിട്ട് ബാലചന്ദ്രൻ സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ നായ്ക്കളെ വിൽക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റീഫൻ പറയുന്നുണ്ട്, വിൽക്കാറില്ല, വാങ്ങാറ് മാത്രമേ ഉള്ളൂ, വിൽക്കാൻ വേണ്ടി വാങ്ങാറില്ല എന്നും പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, കൊള്ളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, തനിക്കൊരു കാര്യം അറിയോ, മനുഷ്യരെക്കാളും നല്ലതാണ് നായ്ക്കൾ, നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, തിരിച്ച് കടിക്കില്ല എന്ന് പറയാണ്. ഉള്ളിൽ വഞ്ചന വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കാറില്ല. കൊടുക്കുന്ന സ്നേഹം നന്ദിയായും സ്നേഹമായും അതുപോലെ തിരിച്ചു തരുന്ന വേറൊരു ജീവി ഈ ഭൂലോകത്ത് ഇല്ലാന്ന് സ്റ്റാലിൻ പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനുഷ്യർ ചതിക്കും, അതെനിക്കറിയാം, വിശ്വാസവഞ്ചന കാണിക്കും എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊരു പെൺകുട്ടിയെ അറിയാം, എനിക്ക് അതിശയം തോന്നുന്നു മിസ്റ്റർ സ്റ്റാലിൻ ജോസഫ്, നിങ്ങളെപ്പോലെ തന്നെ അവൾക്ക് നായ്ക്കളോടെല്ലാം വലിയ സ്നേഹമാണ്. നായ്ക്കളെല്ലാം അവളെ കൂട്ടുകാരാ. അവൾ വിളിച്ചാൽ നായ്ക്കളെല്ലാം ഉടമസ്ഥന്മാരെ വിട്ടിട്ട് മതിൽ ചാടി ഓടി വരും എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ റോഡിലൂടെ നടന്നു പോയാൽ എല്ലാവരും നായ്ക്കൾ അവളോട് ചോദിക്കും എവിടെ പോവാണെന്ന് ചോദിക്കുന്നു പറയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് ഉറക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയാണ്, ഒരിക്കൽ അവൾ മുറിവേറ്റ് അവശയായി കിടന്ന നേരത്ത് ഒരു പട്ടി ഓടി വന്ന് അവളെ രക്ഷിക്കുകയുണ്ടായി. എന്നിട്ട് അവൻ പോയിട്ട് അവൻ്റെ യജമാനെ വിളിച്ചു കൊണ്ടുവന്ന് അവളെ രക്ഷപ്പെട്ടതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് എന്ന് പറയുന്നുണ്ട്, അത് യജമാനനല്ല, പട്ടികളെ ഫ്രണ്ടാണ് എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, എനിക്ക് അവളെ പരിചയപ്പെടണം, ഇനി അടുത്ത തവണ വരുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് വാന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം പറയാനാണ് ഞാനിവിടെ വന്നതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ആരാ, എന്നെ ഇതിനു മുമ്പ് നിങ്ങൾ ഉണ്ടോ, ഞാൻ ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കും നിങ്ങളെ അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നു പറയുന്നുണ്ട്. അന്നേരം സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, ഓക്കെ, പക്ഷേ നിങ്ങളെ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ തറവാട്ടിൽ വീട്ടിൽ പോയി, അന്നേരം അപ്പച്ചന വഴി പറഞ്ഞെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പാലയിൽ നിന്ന്. അന്നേരം സ്റ്റാലിൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ, പാലാന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പാലയിൽ എന്താ ബിസിനസ്, റബ്ബറാണോ, പാലയിൽ ഏറ്റവും കൂടുതൽ റബ്ബറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് റബ്ബറിൻ്റെ ബിസിനസ്സൊന്നുമില്ല, എനിക്ക് വേറെ ചില ബിസിനസ്സാണ് എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്, എന്താണ് കേട്ടിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് കുറച്ച് പഴയ കഥയാണ്, ഒരു 20-25 വർഷം മുന്നേ ഉള്ള കഥയാണെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ്റെ സഹായിയായ ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, താൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, അയാളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്, അതാരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെൻ്റെ അളിയനാ. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞെന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് അത്ര ഒഫീഷ്യലായിട്ടുള്ള കാര്യം ആണുള്ളത്, നമ്മൾ മാത്രം അറിയേണ്ട കാര്യങ്ങളാണെന്ന് പറയാണ്. എന്നിട്ട് ആൻ്റപ്പനെയും പറഞ്ഞു വിടാം കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, കഴിക്കാൻ തരട്ടെ, ഡ്രിങ്ക് കഴിക്കൂലേ എന്നൊക്കെ പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ വേണ്ട, അത്രയും അർജൻറ്റായിട്ടുള്ള കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, സ്റ്റീഫനും കൂടി കഴിക്കാതിരിക്കണം എന്ന് പറയാണ്. അന്നേരം സ്റ്റീഫൻ പറയാണ്, അതെന്തായാലും കഴിക്കാതിരിക്കില്ല, എനിക്ക് കഴിച്ചേ പറ്റൂ എന്നൊക്കെ പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം പറയൂ എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആഗ്ര കണ്ടോൺമെൻറ്റിൽ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ഉണ്ട്, അവിടെ ഒരു ഗംഗാധര മേനോനെ അറിയോ, നിങ്ങളെ ഓഫീസറായിരുന്നു എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അറിയാം, എൻ്റെ ഓഫീസറായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പിന്നെ ചോദിക്കുന്നുണ്ട്, ഗംഗാധര മേനോൻ്റെ സിസ്റ്റർ ഫാമിലി ക്വാർട്ടേഴ്സിൽ അവിടെ താമസിച്ചിരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ ഇതെല്ലാം ചോദിക്കാൻ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ടാവും, ആ കാര്യവും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പറയാം, അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അന്ന് ഗംഗാധര മേനോൻ്റെ സഹോദരിയായിട്ട് നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സാണ്, അത് നിങ്ങൾ അറിയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു കാര്യമില്ലാണ്ട് പാലയിൽ നിന്ന് ഇത്ര ദൂരം നിങ്ങളെ മാത്രം അന്വേഷിച്ച് വരേണ്ട കാര്യം എനിക്കുണ്ടോ, അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ വന്നത്, അത്രയും റിലേഷൻ ഉള്ളത് കൊണ്ടല്ലേ വന്നതെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ശരി, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാമെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ അന്ന് പ്രണയിച്ചിരുന്ന അവളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രനെ പറയുന്നുണ്ട്, വൈജയന്തി എന്ന് പറയാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ മകൾ വൈജയന്തി എന്ന് പറയാണ്.
ആ സമയത്തൊക്കെ സ്റ്റാലിൻ ജോസഫിൻ്റെ കണ്ണ് നിറയാൻ പോവാട്ടോ. അവിടെയാണ് നമ്മളെ എപ്പിസോഡ് തീരുന്നത്.